താനിന്ന തന്നാ നീന താനിന്ന തന്നാ നീന താനിന്ന തന്നാ നീനോ തന്നാ തന്നാ നീന താന തന്നാ തന്നാ നീന തന്നാ താനാ നീനോ തന്നാ തന്നാ നീന താന തന്നാ തന്നാ നീന തന്നാ തന്നാ നീനോ തന്നാ തന്നാ നീന താനിന്ന തന്നാ നീന തന്നാ താനാ നീനോ തന്നാനീന തന്നാ തന്നാനീന താനിന്ന തന്നാനീനോ തന്നീന തന്നാനീന താന തന്നാ തന്നാനീന തന്നീന താനാനീനോ അമ്മിണി, അമ്മ നിനക്ക് ഒന്നും തന്നില്ലേടി? അമ്മേ, സന്തോഷിന്റെ അമ്മ തന്നതാ. കല്യാണി ചേച്ചി തന്നില്ലേ മോനെ? നാളെ തരാന്ന് പറഞ്ഞു. മോൻ ആടിന് തീറ്റ കൊടുക്ക്. പിണ്ണാക്കുള്ള അമ്മ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുളിച്ചിട്ട് വാ, അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ട. ശരി അമ്മേ. മോനെ, അമ്മ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് വാതിലും പൂട്ടി സ്കൂളിലേക്ക് പോയിക്കോ. വൈകുന്നേരം കല്യാണിക്ക് പുല്ല് കൊടുക്കുമ്പോ അമ്മണിക്കും കൊടുക്കണേ. ശരി അമ്മ. പ്രാർത്ഥിച്ചിട്ട് പോകാമോ മോനെ? പിന്നെ മോനെ, മോൻ പോകുമ്പോ ആ പാട്ടയിലുള്ള 50 രൂപ എടുത്ത് പലചരക്ക് കടയിൽ കൊടുത്തേക്കൂട്ടോ. ബാക്കി അമ്മ തരുമെന്ന് പറഞ്ഞാ മതി. വേഗം കഴിക്കും മക്കളെ, ഓട്ടോ വരെ സമയായില്ലേ. അവര് കഴിക്കട്ടെ. സന്ധ്യ ആരാ നോക്കി? ജോളിച്ചേട്ടനായിരിക്കും പപ്പ. ഇതാരാ ഇത്? ജോളി പോലോ? കേറി വാ. ജോളിയോ? വാ ഇരിക്കെ, കാപ്പി കുടിക്കാം. വേണ്ട, ഞാൻ കഴിച്ചു. എന്നാലും ഒരു ഇഡ്ലി കമ്പനിക്ക് വേണ്ടി. വേണ്ട രാജേഷേ. ഇവരിപ്പോ റെഡിയാവും. മോൻ ഇരിക്കെ. ഇരിക്കും മോനെ. എനിക്ക് മതി പപ്പ. അത് പറ്റില്ല. പപ്പയ്ക്ക് വേണ്ടി ഒരു കഷ്ണം കൂടി. പപ്പയ്ക്ക് എപ്പോഴും മോളോടാ ഇഷ്ടം. പപ്പയുടെ ഒരു പുന്നാര. നിങ്ങളുടെ ഓട്ടോ എത്തിയില്ലല്ലോ. ഇന്ന് പപ്പ ആദ്യം. എന്റെ ബാഗ് ഫയൽ എടുത്തു. ടാറ്റ പപ്പ. വാ മക്കളെ. വേഗം വാ.
ആ ആ ആ ആ രാജേട്ടാ, ഈ കുട്ടി ഏതാ? ആ ഇവൻ ഇന്നു മുതൽ നിങ്ങൾ കൂടെ വരുന്നത്. ഇവിടെ സ്ഥലമില്ല, ജോളി മുമ്പ് കയറട്ടെ. അവൻ കയറണ്ട, നടന്നു വന്നാ മതി. കൊറേ കാലമായില്ലേ ഓസിന് കയറണത്. താൻ എന്തായി പറയുന്നേ? ജോളിയെ കേട്ടില്ലേ ഞങ്ങളും വരുന്നില്ല. രാജി ഇറങ്ങാനാ പറഞ്ഞേ. എന്താ രാജ? ഒന്നുമില്ല ചേച്ചി, ഇന്നു മുതൽ ഒരു കുട്ടിയുടെ കൂടുതലുണ്ട്. അല്ലെങ്കിൽ തന്നെ സ്ഥലമില്ല, ഇപ്പൊ തന്നെ ഓവർലോഡാ. കുട്ടികൾ എന്തിനാ പിണങ്ങി നിക്കണ രാജ? അത് സന്ദേശിച്ച് ഞാൻ ഈ ചെക്കനോട് നടന്നു വന്നോളാൻ പറഞ്ഞു. സ്ഥലമില്ലാഞ്ഞിട്ടാ. അതല്ല മമ്മി, ഇയാള് ജോളിയോട് പറയാ ഓസിന് വരണ്ടാന്ന്. ഇങ്ങനെയാണോ രാജ കുട്ടികളോട് പെരുമാറുന്നത്? എന്താ രാജ, ജോളിമോനെ കൊണ്ടാവാൻ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല ചേച്ചി, വല്ലവന്റെ കൈയും കാലും പിടിച്ചാ ഞാൻ ഈ വണ്ടിയും കൊണ്ടുവരുന്നു. ഇതെന്റെ കുടുംബത്തിന്റെ വയറ്റിപ്പഴപ്പാ. ഞാൻ കൊണ്ടുപോയിക്കോളാം, പൊന്നുപോലെ കൊണ്ടുപോവാം. ജോളിമോൻ കയറ്, മോളും കയറിക്കോ. മോനെ കയറ് മോനെ, ബെല്ലടിക്കാൻ സമയമാവണോ. വാ കേറ്. രാജേഷ് മുന്നിൽ കയറിക്കോളൂ. നോയിക്കോണേ രാജ. ശരി ചേച്ചി. ഗുഡ് മോർണിംഗ് മാഷെ. ഗുഡ് മോർണിംഗ്. മാഷിന്റെ ഏകാഗി എന്ന കവിത നന്നായിരിക്കുന്നു. താങ്ക് യു. ജയന്തി ടീച്ചറും ലിസി ടീച്ചറൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത്. ടീച്ചറിനെ പോലുള്ളവർ നന്നായി എന്ന് പറയുമ്പോ മനസ്സിനൊരു സുഖമുണ്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ടീച്ചർ കവിതകളൊക്കെ വായിക്കാറുണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. അങ്ങനൊന്നുമില്ല, കുറച്ചൊക്കെ. ടി വി വന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ വായനാശീലം വളരെ കുറഞ്ഞു അല്ലേ? മാഷ് പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ. ഗുഡ് മോർണിംഗ് എവരിബഡി. ആഹാ, ചിത്രം നന്നായിട്ടുണ്ടല്ലോ. ബഷീർ ആയിരിക്കും ചിത്രകാരൻ. ബഷീർ ഇതുവരെ പൂച്ചയെന്ന് എഴുതാൻ പഠിച്ചില്ലേ? ബഷീർ ആ ബോർഡ് തുടക്കേ. അനിൽ കെ വി പ്രസന്റ് ടീച്ചർ. അനുരാധ പി എസ് പ്രസന്റ് ടീച്ചർ. ടീച്ചർ ഒരു എന്താ മുകുന്ദ? ഒരു മിനിറ്റ്. ടീച്ചർ ഒന്ന് സഹായിക്കണം. അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണം. ഒരു 250 രൂപ വേണം. അത്രയും ഉണ്ടാവുന്ന തോന്നുന്നില്ല. എന്നാലും നോക്കട്ടെ. ഈ ക്ലാസ് കഴിയുമ്പോ മുകുന്ദൻ ടീച്ചേഴ്സ് റൂമിലേക്ക് വരൂ. ശരി ടീച്ചറെ. മുകുന്ദൻ ഇന്ന് എന്ത് പറ്റി? എച്ച് എം ആണല്ലോ ഇന്ന് ബെല്ലടിച്ചത്. ചെല്ലയല്ലേ, എച്ച് എം വലിയ കോപത്തില്ല. ഇന്നെന്താ മുകുന്ദൻ ലീവാണോ? അല്ല, പറ്റിയാൽ ഒപ്പിടും, അല്ലെങ്കിൽ ലീവാകും. ഏതായാലും എച്ച് എമ്മിന് കാണട്ടെ. സാർ. ഓ വന്നോ? എവിടായിരുന്നു ഇതുവരെ? താൻ എന്ത് കരുതി? തോന്നുമ്പോ കയറി വരാൻ ഇതെന്താ സത്രമാണോ? സാർ അത് ഒന്നും കേക്കണ്ട. ഇന്നെങ്കിലും എനിക്കൊന്ന് അറിയണം, ഞാനാണോ താനാണോ ഇവിടുത്തെ പ്യൂൺ? സാർ ഒരു പ്രശ്നം. എന്നാടോ തനിക്ക് പ്രശ്നമില്ലാത്തത്? ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തനിക്ക് അറിയണ്ടല്ലോ. ട്രഷറി പോണം, AEO ഓഫീസിൽ പോണം, എല്ലാറ്റിനും ഞാൻ ഒരാളുണ്ട്. താൻ എന്താടോ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നേ? എടോ മുകുന്ദ, ഈ ഫയലുകൾ അത്യാവശ്യമായി AEO ഓഫീസിൽ എത്തിക്കണം. ശരി സാർ. താൻ ഒപ്പിട്ടിട്ട് പോകോ.
എത്രയായി? 16. ആ 4 കൂടെ എടുത്തോ. ആ. അല്ല മേരി, ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുക. നീ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ മോളെ. അതെങ്ങനെ വല്ലതും കഴിച്ചാലല്ലേ? നിന്നോട് ചോദിച്ചോ? നീ നിന്റെ പണി നോക്ക്. മേശ്വരിയോട് നല്ലതും പറയാൻ പാടില്ല, ചീത്തയും പറയാൻ പാടില്ല. ആ മേരി കുഞ്ഞെ, പനമ്പ് വർക്ക് ചെയ്തൊരു ആടിനെ കൊടുക്കാനുണ്ട്. നല്ല കറവയുള്ള ഇനമാ, വാങ്ങി കെട്ടിക്കൂടെ? വേണ്ട മേസ്ത്രി, ഒരെണ്ണം ഉള്ളതിനെ തന്നെ മോനാ നോക്കി നടത്തുന്നത്. അത് കാരണം കൊച്ചിന് പഠിക്കാൻ കൂടി സമയം കിട്ടുന്നില്ല. എത്ര നാളാന്ന് വെച്ചാ നീ ഇങ്ങനെ ഒറ്റയ്ക്ക്? കൂട്ടിനൊരാള് വേണ്ടേ മോളെ? എനിക്ക് ആരും വേണ്ട മേസ്ത്രി, എനിക്ക് എന്റെ മോനുണ്ട്. എങ്ങനെ അവനെ പഠിപ്പിച്ച് ഒരാളാക്കണം. അതുവരെയും കർത്താവിനെ ജീവനോട് വെച്ചാ മതി. കർത്താവ് ഒരിക്കലും നിന്നെ കൈവിടില്ല മോളെ. നിന്റെ വിഷമങ്ങളൊക്കെ ഒരിക്കൽ തീരും. വറിയതുണ്ടായിരുന്നപ്പോ എങ്ങനെ കഴിഞ്ഞ കുടുംബ കാലൻ ടിപ്പർ ലോറിയുടെ രൂപത്തിലല്ലേ അവനെ കുഴിയിലാക്കിയത്. പാവം. ഒക്കെ വിധിയാടോ. കർത്താവ് തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കും. ആ ഞാനൊന്ന് സിമന്റ് വരെ പോയിട്ട് വരാം. ജോളി ജോളിയേട്ടാ, ജോളിയേട്ടാ, അമ്മ വന്നോട്ടതാ. ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. സാറിന് സുഖമില്ലാന്ന് പറഞ്ഞു. നീ കഴിക്ക. ഇപ്പൊ വേണ്ടടാ, ഞാൻ അമ്മ വന്നിട്ട് കഴിച്ചോളാം. ജോളിയേട്ട ഈ അമ്മിണിയോട് കുത്തുവോ? ഏയ്, ഇവള് പാവോ. എന്നാ ഞാൻ പിടിച്ചോട്ടെ. നിന്റെ അമ്മ വരാറായോ? ഇരുട്ടുന്നതിന് മുമ്പ് വരും. എടാ, ഈ സൈക്കിളിന് എത്ര രൂപ എടാ? ആവോ, എനിക്കറിയില്ല, പപ്പ വാങ്ങി തന്നതാ. അയ്യോ ചേട്ടാ, അമ്മ. അയ്യോ ചോര. സാരമില്ല. കരയാതെ മോളൂ. നീറ്. അയ്യോ വേണ്ട. നീറുവോടാ? ഇല്ലടാ. ഇപ്പൊ നീറുന്നുണ്ടോ? ഇല്ല. ഇതാ ഞാൻ ഇവളെയും കൊണ്ട് വരാത്ത. മമ്മി ഇനി എന്നെ വഴക്കു പറയും. വാ പോവാം. ചേട്ടാ കുറച്ച് കഴിഞ്ഞ് പോവാൻ. വാ മോളൂട്ടി. ചേട്ടാ ചേട്ടാ പിന്നെ വരാടാ. മോൻ ഇത് കഴിച്ചിട്ട് പഠിച്ചോ. അമ്മ കുളിച്ചിട്ട് വരാം, എന്നിട്ട് ചോറുണ്ടാക്കാം. അമ്മേ, രാജേഷൻ രാജേന്ദു വന്നിരുന്നു. കുറച്ച് പലഹാരം തന്നിട്ട് പോയി. മോൻ കഴിച്ചോ? അത് അമ്മ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. മോൻ കഴിച്ചിട്ട് ബാക്കി അമ്മയ്ക്ക് വെച്ചാ മതി. രാജേന്ദു ഒന്ന് വീണമ്മേ. എന്നിട്ട് അമ്മിണിയെ പിടിക്കണമെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ അമ്മിണി അവളെ പിടിച്ച് വലിച്ചു. വല്ലതും പറ്റിയോ? മുട്ടിലെ തൊലി കുറച്ചു പോയി. ഞാൻ അപ്പച്ചാറ് വെച്ചു കൊടുത്തു. രാജേഷ് അവളെ വഴക്ക് പറഞ്ഞോ? മമ്മി അവനെ വഴക്കുറയെന്നും പറഞ്ഞ് വിഷമിച്ച അവൻ പോയത്. കുസൃതി പെണ്ണ്. ആ പാവത്തിന് കഷ്ടപ്പെടുത്തും. മോനിരുന്ന് പഠിച്ചോ. മോൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ആ ഡ്രൈവർ പറഞ്ഞത് ശരിയല്ലേ? വല്ലവരുടെയും കയ്യിൽ നിന്ന് വാടകയ്ക്കെടുത്തല്ലേ അയാള് വണ്ടി ഓടിക്കുന്നത്. നിന്റെ സ്ഥാനത്ത് വേറൊരു കുട്ടിയാണെങ്കിൽ ആ കാശ് അയാൾക്ക് കിട്ടില്ലേ മോനെ? അമ്മേ, ഞാൻ നടന്നു പോവാന്ന് പറഞ്ഞതാ. മമ്മിയാ വന്നിട്ട് വണ്ടി കയറാൻ പറഞ്ഞേ. മോനെ, സന്ധ്യേച്ചിയും സാറും മക്കളും ഒക്കെ എത്ര നല്ലവരാ. അവർക്ക് നമ്മൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവരുത്. മതി അമ്മേ. പോരാ, കുറച്ചുകൂടി കഴിക്കണം.
മറ്റൊരാളുടെ സ്നേഹം പോലും ചോദിച്ചു മേടിക്കാനുള്ള അവകാശം നമുക്കില്ല മോനെ. കിട്ടുന്നതെല്ലാം കർത്താവ് തരുന്നതാണെന്ന് വിചാരിച്ചാ മതി. അമ്മ കരയല്ലേ അമ്മ? മോനോട് അമ്മ ഒരു കാര്യം പറയട്ടെ. എന്താ അമ്മ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അമ്മ മോനെ പഠിപ്പിക്കാം. അഭിമാനം മാത്രമാണ് മോനെ നമുക്കിന്ന് ആകെ കൂടിയുള്ള സമ്പാദ്യം. അതും കൂടി പോയാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരാളുടെയും പണത്തിനോ സഹായത്തിനോ നീ ആഗ്രഹിക്കരുത്. മോൻ എന്ത് വേണമെങ്കിലും അമ്മയോട് പറഞ്ഞാ മതി. എന്നെ കൊണ്ടാവുന്നതെല്ലാം എന്റെ പൊന്നിനു വേണ്ടി ഞാൻ ചെയ്തു തരും. തലയ്ക്ക് ചുമടേറ്റി അമ്മയുടെ തലയും നടുവും തളരുമ്പോഴേക്കും എന്റെ മോൻ പഠിച്ചു വലിയൊരാളാവണം. കുറച്ചുകൂടി ചോറ് തരട്ടെ? മതി അമ്മേ, വയറ് നിറഞ്ഞു. ചെല്ല് മോൻ വാ കഴിയിട്ട് വാ. ചെല്ല്. ഇന്നിനി പഠിച്ചത് മതി. വാ മോൻ കിടന്നോ. അമ്മ ഒരു ചിട്ടി വിളിച്ചിട്ടുണ്ട്. അത് കിട്ടുമ്പോ മോനൊരു സൈക്കിൾ വാങ്ങിത്തരാം. അപ്പൊ എനിക്ക് പാലും കൊണ്ടുകൊടുക്കാം, സ്കൂളിലും പോവല്ലേ അമ്മേ? എന്റെ മോൻ നാളെ മുതല് നടന്നു പോയാ മതി. രാജേഷ് സമ്മതിക്കില്ല അമ്മേ. അവന്റെ കൂടെ പോയില്ലെങ്കിൽ അവൻ പിണങ്ങും. രാജേഷിനോടും മമ്മിയോടും അമ്മ പറഞ്ഞോളാം. ശരി അമ്മേ. കിടന്നു. നാളെ സ്പെഷ്യൽ ഫീസ് കൊടുക്കണ്ടേ മോനെ? കൊടുക്കണം. അമ്മ തരാട്ടോ. എനിക്ക് അവകാശപ്പെടാൻ നീ മാത്രല്ലേ ഉള്ളൂ മോനെ. ജോളി പോണു. നിർത്ത. വാ നീ കയറ്. ഞാനില്ല, രാജേഷ് പോയിക്കോ. നീ എന്താ വണ്ടി വരാത്തെ? ഞാനിന്നലെ വണ്ടി കയറണ്ടെന്ന് പറഞ്ഞോണ്ടാ. അതുകൊണ്ടൊന്നല്ല. ജോളിച്ചേട്ടന്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. മമ്മി പ്രത്യേകം പറഞ്ഞു ചേട്ടനെ വണ്ടി കയറ്റി കൊണ്ടുപോകണോന്ന്. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? സമ്മതിച്ചു. ഓ കയറ് മോനെ, സമയം പോണ്. ടീച്ചറിന്റെ മുടിയില് ആരാണിത് വിട്ടത്? സത്യം പറയണം. ആരാണിത് ചെയ്തത്? എന്തെങ്കിലും ചെയ്താൽ അത് ചെയ്തെന്ന് പറയാനുള്ള ധൈര്യം വേണം അല്ലേ? ശരി, കണ്ടവരാരെങ്കിലും ഉണ്ടോ? ധന്യ കണ്ടോ? ഇല്ല ടീച്ചർ. ആനന്ദ് കണ്ടോ? ഇല്ല ടീച്ചർ. കുറ്റം ചെയ്തതിന് തുല്യം തന്നെയാണ് അത് ഒളിച്ചു വെക്കുന്നതും. രാജേഷ് കണ്ടോ?
ജോളിയോ? കണ്ടു ടീച്ചർ. പറയൂ, ആരാ ചെയ്തത്? ജോസഫും മൊയ്തീനും കൂടിയാ. ഇരിക്കൂ. ജോസഫ്, മൊയ്തീൻ, രണ്ടുപേരും ക്ലാസ്സിന് വെളിയിൽ പോയി കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കൂ. എന്താ ഇത്? മുകളിൽ നിന്നെല്ലാം വീഴാനുണ്ടാ? ഇങ്ങനെ കൈമ്പോക്കി നിൽക്കാനായിട്ട് എന്താ ഈ കാണുന്നത്? അങ്ങനെ എന്താ? എന്താടോ താനിപ്പോ പുറകോട് നടന്നാണോ പഠിക്കണേ? അത് താൻ എവിടെ പോയി കിടക്കുകയായിരുന്നോ? ഒരു അത്യാവശ്യത്തിന് പുറത്തു പോയതാണ് സാറേ. സ്കൂൾ സമയത്ത് മാത്രമേ തനിക്ക് അത്യാവശ്യം വരൂ. തന്റെ കളി ഇത്തിരി കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാൽ താൻ പെർമനന്റ് ആകുന്ന കാര്യം സംശയമാണ്. ഇതിനേക്കാൾ നല്ലത് വല്ല വണ്ടിയുടെ മുമ്പിൽ പോയി ചാടുകയായിരുന്നു. ഇടയ്ക്കൊക്കെ ഒരു മുട്ട് നല്ലതാ. വല്ലപ്പോഴല്ലേ മുട്ടണത്. മാതാ പിതാ ഗുരു ദൈവം എന്നാ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഏത്തപ്പെട മാതാ പിതാ ഗുരു ദൈവം. മതി കുട്ടിക്കുരങ്ങന്മാരെ, അമ്മയും അച്ഛനും ഗുരുവുമാണ് കാണപ്പെട്ട ദൈവങ്ങൾ. ഗുരുശാപം വരുത്തി വെക്കരുത്, മനസ്സിലായോ? മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇനി ഇങ്ങനെ വല്ലതും ഞാൻ അറിഞ്ഞാൽ രക്ഷകർത്താവിനെ കൂട്ടി വന്നാലേ ക്ലാസ് കയറ്റു. ശരി, പോയിക്കോ. എനിക്കൊന്ന് ജോളിമോനെ കാണണം. അവന് ചോറ് കൊണ്ടുവന്നതാ. ഇത് കൊടുത്തിട്ട് വേണം എനിക്ക് ജോലിക്ക് പോവാൻ. രാവിലെ കൊടുത്തുവിട്ടില്ലായിരുന്നു ചേച്ചി? രാവിലെ കുറച്ച് തിരക്കായി പോയി. ശരി, ഞാനിപ്പോ പറഞ്ഞു വിട്ടേക്കാം. മോന് വിശന്നോടാ കുട്ടാ? ഇല്ലമ്മേ, ജോളിയോട് എന്റെ ചോറിന്ന് കഴിക്കാന്ന് പറഞ്ഞതാ. അവൻ സമ്മതിച്ചില്ല. അത് നന്നായില്ലേ മോനെ? അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ചോറ് വെറുതെ ആയി പോയനെ. ഇതാ കഴിച്ചോ. വേണ്ടമ്മേ, ഞാൻ വീട്ടിൽ വന്ന് കഴിച്ചോളാം. അമ്മേ, ഞാൻ ഇപ്പൊ വരാട്ടോ. എന്താ മോനെ, നിനക്ക് വേണ്ടിയല്ലേ അമ്മ പണിസ്ഥലത്തുനിന്ന് ഓടിയെത്തിയത്? എല്ലാവരുടെയും ഊണ് കഴിഞ്ഞു. ഇനി കുട്ടികളെ എന്റെ അടുത്ത് വന്ന് ചോറ് പാത്രത്തിൽ നോക്കി കളിയാക്കും. കളിയാക്കോ? എന്തിന്? ഒരു കറി മാത്രം ഉള്ളതിന്. എന്താ മോനെ, മോൻ ഇങ്ങനെ ആയാലോ? എന്തിനാ ഇതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? എന്നും അച്ചിയും മീനും ഒക്കെ വെച്ച് കഴിക്കാൻ നമുക്ക് പറ്റുമോ മോനെ? നമുക്കവരെ മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. പറയണവരൊക്കെ പറയട്ടെ, മോൻ കേട്ടില്ല എന്ന് വിചാരിച്ചാ മതി. കളിയാക്കിയ കൂസരുത്. അനാവശ്യ കളിയാക്കലുകളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കണം. കുറച്ചു കഴിയുമ്പോ അവരൊന്നും കളിയാക്കില്ല. ഡാ, വഴക്കിനൊന്നും പോരുത് കേട്ടോ. ഇല്ലമ്മേ. ബെല്ലടിക്കുന്നതിന് മുമ്പ് കഴിച്ചു. അമ്മ പോട്ടെ. ശരി അമ്മ. ഒരെണ്ണ സമയത്ത് ക്ലാസ്സിൽ കയറില്ല, മാറിക്ക്. സാറേ സാറേ മുകുന്ദനോ? എന്താ മുകുന്ദ? സാറേ, സാറിന്റെ ഏകാഗി എന്ന കവിതയില്ലേ, അത് ടീച്ചർമാർക്ക് മാത്രമല്ല കുട്ടികൾക്ക് ഹരോയി. അതിലൊരു വരിയുണ്ടല്ലോ, എന്താ അത്? അനന്തതയുടെ നീലിമയിൽ ദാഹിക്കുന്ന നക്ഷത്രങ്ങളും ദുഃഖിക്കുന്ന മേഘങ്ങളും ഉണ്ട്. ഓ, ആ വരികൾ അപാരം. ആത്മാവിന്റെ അഗാധ തലങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നു. എന്നാ മുകുന്ദ തനിക്കും എഴുതിക്കൂടെ? അതൊന്നും വേണ്ടായേ. പിന്നെ മാഷിനൊരു സഹായം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു 250 രൂപ വേണം. ഇതിൽ അത്യാവശ്യമാണ്. മുകുന്ദൻ ഒരു കാര്യം ചെയ്യും, ഈ പീരീഡ് കഴിഞ്ഞ് ടീച്ചേഴ്സ് റൂമിലേക്ക് വന്നോളൂ. ശരി മാഷേ. അമ്മ, എന്താ അമ്മ? അമ്മ ഉറങ്ങിയില്ലേ? എന്താ അമ്മ കരയുന്നേ?
പോണം. ശരി അമ്മേ. നാളെ അപ്പച്ചന്റെ ആണ്ടാണ്. മനസ്സുകൊണ്ട് എല്ലാം എന്റെ മോൻ അപ്പച്ചനോട് പറയണം. പോയി കിടന്നു. ഇല്ല, ഞാനും അമ്മയുടെ കൂടെ ഇരിക്കും. ഇപ്പൊ ഉറങ്ങിയില്ലെങ്കിലും സ്കൂളിൽ പോകുമ്പോ ഉറക്കം വരും മോനെ. ഇല്ല, ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കും. അപ്പച്ചനെ പോലെ തന്നെ വാശി. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഉറക്കം വരുന്ന അമ്മ. മേരി, നമുക്ക് പള്ളിയിലേക്ക് പോവാം. വാ മോനെ. അമ്മേ, വരൂ അമ്മേ. നീ ഇങ്ങനെ തളർന്നാലോ മേരി? മേസ്തിരി വന്നിരുന്നു ആദ്യത്തെ കുർബാനയ്ക്ക്. നിന്നെക്കുറിച്ച് കുറെ പറഞ്ഞു. എത്ര നാളാന്ന് വെച്ചാ ഇങ്ങനെ ചുമടെടുത്ത് കഴിയുന്നത്? എന്റെ മുമ്പില് വേറെ ഒരു വഴിയില്ലച്ചോ. തലയിൽ ചുമടെടുക്കുമ്പോ ഇവന്റെ വയറും വലിപ്പവും എന്റെ മനസ്സില്. കർത്താവ് ഇത്രയെങ്കിലും തന്നല്ലോ അച്ചോ. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇവനുണ്ടല്ലോ എല്ലാറ്റിനും പരിഹാരമായി. ജോളിമോൻ, അമ്മയെ വിഷമിപ്പിക്കരുത്. കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കണം. മോനെ, നിന്റെ അപ്പച്ചനെ ഈ പ്രായത്തിലാ ഞാൻ ആദ്യമായി കണ്ടത്. അവനെ പഠിപ്പിക്കാനും ശ്രദ്ധിക്കാനും ആരും ഉണ്ടായില്ല. അത് പോട്ടെ, പഴയ കഥ. മോളെ, കപ്പ്യാരോട് പറഞ്ഞ് കുറച്ച് തെങ്ങും തൈ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ ഞാൻ കൊടുത്തയക്കാം. അച്ഛൻ എന്തായി പറയുന്നത്? ഞാനും എന്റെ മോനും എപ്പോഴാ അവിടെ വിട്ട് പോകണ്ടെന്ന് ഓർത്താ ഞാൻ ജീവിക്കുന്നു. എനിക്ക് അവകാശപ്പെട്ടതല്ലോ അച്ചോ. ആരുടെയൊക്കെയോ കാരുണ്യത്തിൽ ഞാനും എന്റെ മോനും പുറംപോക്കില് ആ കൊച്ചു വീട്ടിൽ. സമാധാനിക്കും മോളെ, കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. ഞങ്ങളെ പോട്ടെ അച്ചോ. എന്താടാ ഞം ഞം ഞം? ഇന്ന് രാജിയുടെ പിറന്നാളാ, മമ്മി തന്നു വിട്ടതാ. എന്നാ എടുത്തോ. എടാ രാജേഷേ, ഇന്നലെ അപ്പച്ചനും അമ്മച്ചും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. നാളെ പേരൻസ് മീറ്റിംഗ് അല്ലേ? അപ്പച്ചനും അമ്മച്ചും വരും.
അപ്പൊ നാളത്തെ ചെലവ് നിന്റെ വക. എന്റെ വാപ്പ വരാണ്ടിരുന്നാ മതിയായിരുന്നു. വന്നാ പിന്നെ എനിക്കാ ബേജാറ്. ഇവനെന്താ ഒന്നും മിണ്ടാത്തെ? എന്താടാ നീ എന്താ ഇത്രയ്ക്ക് ആലോചിക്കുന്നത്? ഇവൻ ആലോചിക്കുന്നത് ഇവന്റെ അപ്പൻ എങ്ങനെ കുഴിയുന്ന വരുമെന്നാ. ചേട്ടാ ഇത് ജോളിയേട്ടൻ കരയണു. നിന്റെ അമ്മ കല്ലുമക്കം പോണതാ. എന്നിട്ട് അവന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എന്റെ ജോളി ഇനി വല്ല പറഞ്ഞ കഴുത്തെ കൊല്ലുന്നില്ല ഞാൻ. വേണ്ട രാജേഷ്, വാടാ പോ. രാജി വാ. ബെല്ലടിക്കാൻ കാത്തിരിക്കും എല്ലാരും ഓട്ടപ്രദർശനം നടത്താം. പ്യൂണേട്ടാ ഇന്ന് മഴ പെയ്യുന്നാ തോന്നുന്നത്. അതെങ്ങനെ മനസ്സിലായി? ഇന്ന് ബെല്ലടിച്ചത് പ്യൂണേട്ടനല്ലേ? മഴ ഉറപ്പാ. ഓഹോ, കുട്ടികളും പറഞ്ഞു തുടങ്ങിയല്ലോ. ആ സാരമില്ല, കുട്ടികളല്ലേ. സാറേ ഒരു ചെറിയ കാര്യമുണ്ട്. എന്താടോ? അത്ര ചെറിയ കാര്യമില്ല, കുറച്ച് വലിയ കാര്യ. താൻ കാര്യം പറയടോ. എനിക്കൊരു 10 മിനിറ്റ് ഒന്ന് പുറത്തു പോകണം. എന്തിനാടോ? ഒന്ന് വീട്ടിൽ പോകാനാ. താൻ വീട്ടിൽ നിന്നല്ലേ വരുന്നത്? അതെ, എന്നാലും ഒന്നുകൂടി വീട്ടിൽ പോണം. വീട് അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കാനാണോ? ഏയ് അതിനല്ല, ഗ്യാസ് അടുപ്പ് പൂട്ടിയോന്നൊരു സംശയം. അതിന് തന്റെ വീട്ടിൽ ഗ്യാസ് ഒക്കെ ഉണ്ടോ? പിന്നെ ഗ്യാസ് ഉണ്ട് സാറേ. ഏത് കമ്പനിയുടെയാ? അയ്യോ ഇവിടെ സാറേ. ഞാൻ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച്. ആ പുതിയതാണ് സാറേ. എന്തിനാടോ ഇങ്ങനെ നുണ പറയുന്നത്? സ്കൂളിൽ വരുമ്പോഴെങ്കിലും തനിക്ക് സത്യം പറഞ്ഞൂടെ? ഒരു 10 മിനിറ്റ് വേണം സാറേ. വേഗം വരണം. ശരി, വേഗം വരാം. എടോ പോകുന്ന ആ ചുറ്റിക ഇവിടെ വെച്ചിട്ട് പോടൂ. അവിടെ അകത്ത് വെച്ചിട്ട് പോടൂ. ഒന്ന് പിടിച്ചേടി, വിടല്ലേ. അയ്യോ ഓടിവായേ, ഓടിവായേ. അയ്യോ ഓടി വരണേ. ആ ജയ വെള്ളത്തിൽ വീണ് ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ജയ വരണേ. മോനെ, എന്റെ മോനെ, നിനക്ക് വല്ലതും പറ്റിയോടാ? എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. ഈശോയെ, ഞങ്ങള് സ്കൂൾ വിട്ട് വരുമ്പോ അയ്യനാട് കുളത്തിലൊരു ഒച്ച കേട്ടു. അപ്പൊ നിങ്ങള് ഓട്ടോയിലല്ലേ വന്നത്? ഇന്ന് ഓട്ടോ ഉണ്ടായിരുന്നില്ല അമ്മേ. ഈശോയെ, എന്റെ മോനൊന്നും പറ്റിയില്ലല്ലോ. കർത്താവ് കാത്തു. എന്റെ മോൻ എന്തെങ്കിലും പറ്റിയ ഈ അമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത്? നിന്നെ കുറിച്ച് കേട്ടപ്പോ ഞാൻ ഓടിപ്പോന്നു. ഒന്നും വാങ്ങാൻ നിന്നില്ല മോനെ.
ജലദോഷം പിടിച്ചോന്ന് തോന്നുന്നു. വാ, അമ്മ രാസനാദിപ്പൊടി തിരുമ്മിത്തരാം. മോൻ വന്നാ നനഞ്ഞ മുണ്ട് മാറ്. ഹരേ കൃഷ്ണ. ആത്മാവു വരനേകൻ ഭൂതങ്ങളുള്ളു പുറം ആത്മാവു തന്നെ ഇരിക്കുന്നതെന്നറിഞ്ഞിട്ടു ആത്മാവല്ലാതെ വേറെ ഭൂതാദിയില്ലായികയാൽ ആത്മരക്ഷാർത്ഥമൊന്നും ലഭിച്ചില്ലെന്നാകിൽ താൻ ഏകമാം ഗുണദോഷം രണ്ടില്ലെന്നറിയുമ്പോൾ ഗുണദോഷങ്ങൾ ചിന്തിച്ചത് രണ്ടിന്റെ ഭേദം തനിയെ അതുകളാൽ പോവുകയും ചെയ്യും. എന്താ മോളെ, എന്തു പറ്റി? വല്ലായ്മ വല്ലതുണ്ടോ? ഞാനിന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടനെ കണ്ടു ചേച്ചിയമ്മേ. എന്താ കുട്ടി നീ പറയണേ? അതെ ചേച്ചിയമ്മേ, നമ്മുടെ ഉണ്ണിക്കുട്ടനെ, സത്യമായിട്ടും. എന്താ മോളെ, വല്ലതും കണ്ടു പേടിച്ചോ നീ? ഇല്ല ചേച്ചിയമ്മേ, സത്യമായിട്ടും കണ്ടു. ഉണ്ണി തന്നെയാ. ഒക്കെ നിന്റെ തോന്നലായിരിക്കും. വെലിച്ചോറ് കൂടി വെക്കാൻ ആളില്ലാത്ത ഈ കുടുംബത്തിന്റെ ദണ്ണം നമ്മളെ ചുമക്കണത് നിനക്കറിയില്ലേ മോളെ? പാവം മുത്തശ്ശി. മോള് മുത്തശ്ശിയോട് പറഞ്ഞോ? ഇല്ല ചേച്ചിയമ്മേ, പറഞ്ഞില്ല. മോളിത് കുടിക്ക്. എന്നിട്ട് എന്താ ഉണ്ടായേ? ഭഗവാനെ, ഇനിയും തീർന്നില്ലേ നിന്റെ പരീക്ഷണങ്ങള്? കണ്ടും കേട്ടും അനുഭവിച്ചും തളർന്ന മനസ്സ ഞങ്ങളുടേത്. എല്ലാം ഒന്നേന്ന് തുടങ്ങണ പോലെ തോന്നുന്നു. ചേച്ചിയമ്മയ്ക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം മോളെ. ഒരീസം ഞാൻ വിളിച്ചിട്ട് വരാൻ ചേച്ചിയമ്മേ. ഞാനൊരു കാര്യം പറയട്ടെ. മോളിപ്പോ മുത്തശ്ശിയോടൊന്നും പറയണ്ട. സുഖമില്ലാണ്ടിരിക്കുക. ചേച്ചിയമ്മ പറഞ്ഞോളാം. മോളുറങ്ങ. മോനെ, മോനെ, അയ്യോ, പനിക്കുന്നുണ്ടല്ലോ. കർത്താവേ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. മോനെ, അമ്മ ഇപ്പൊ ചുക്കുകാപ്പി ഉണ്ടാക്കി തരാം. മോനെ, എനിക്ക് കുടിച്ചോ. സാരില്ല മോനെ, കുടിച്ചോ. കുറച്ച് കഴിയുമ്പോ പനി മാറിക്കോളും.
മോൻ ഉറങ്ങിക്കോ, പേടിക്കണ്ട, അമ്മ അടുത്ത് തന്നെയുണ്ട്. എന്താ ജോളിയേട്ടൻ വരാത്തത്? അവൻ വരും, നമുക്ക് കുറച്ചേരം കൂടി നോക്കാം. സമയായല്ലോ മോനെ, ഓട്ടോ വന്നില്ലല്ലോ. ഇല്ല. ജോളി മോനും വന്നില്ലേ? ഇല്ല മമ്മി. അവനിത് പതിവില്ലല്ലോ, എന്തെങ്കിലും അത്യാവശ്യം കാണും. മമ്മി, ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. വേഗം വരാം. വണ്ടി വരും മോനെ, ലേറ്റ് ആവില്ലേ? മമ്മി പ്ലീസ് മമ്മി, ഞാൻ ഓടി വരാം. എന്നാ പോയിട്ട് വേഗം വാ. ആ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ തന്നേക്കൂ. മമ്മി ഞാനും പോയിക്കോട്ടെ. ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. പ്ലീസ് മമ്മി ഞാനും പോയിക്കോട്ടെ. മോനെ, ഇവിളെയും കൂട്ടിക്കോ. കൈ പിടിച്ചോണ്ട് പോണേ, സൂക്ഷിക്കണം. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? സുഖം തോന്നുന്നുണ്ടോ? ഭയങ്കര തണുപ്പമ്മേ. സാരില്ല, അത് മാറിക്കോളും. ജോളി ചേട്ടാ. ജോളി. ആ, രാജേഷും രാജേന്ദ്രൻ വരുന്നുണ്ട്. വാ മക്കളെ, വാ ഇങ്ങോട്ടിരിക്കെ. എന്ത് പറ്റിയടാ ജോളി? പനിയാ മോനെ, രാത്രിയിലാ തുടങ്ങിയത്. മരുന്ന് കൊടുത്തില്ലേ അമ്മേ? കൊടുത്തു, ഇപ്പൊ നല്ല കുറവുണ്ട്. എങ്ങനെ പനി വന്നേ? അത് അറിയില്ല. മോന് സ്കൂളിൽ പോവാൻ സമയായില്ലേ? ഓട്ടോ വന്നില്ല അമ്മേ. ആ, ദാ ഇതും കൂടി കുടിക്കേ. മോള് ഇങ്ങോട്ട് ഇത്തിരി മാറിയിരിക്കെ, പനി പകരും. സാരില്ല. മക്കളിരിക്കെ, ഞാനേ അമ്മിണീനെയും കല്യാണിനെയും ഒന്ന് അഴിച്ചു കെട്ടിട്ട് വരാം. നീ നാളെ വരുവോടാ? നീ വൈകുന്നേരം വരുമ്പോ ഇന്നത്തെ നോട്ട്സ് തരണം. ആ, ഞാൻ വൈകുന്നേരം വരാം. ആ, ദേ ഓട്ടോ വന്നു. ബാ ചേച്ചി. ഇരിക്കേച്ചി. എന്തു പറ്റി? രാത്രി മുതൽ ഒരു പനി തുടങ്ങി, ഇപ്പൊ കുറവുണ്ട്. യോ, നല്ല പനിയുണ്ടല്ലോ മേരി. ഡോക്ടറെ കാണിച്ചില്ലേ? നാട്ടുമരുന്ന് കൊടുത്തു, ഇനി കുറഞ്ഞോളും ചേച്ചി. അത് പറ്റില്ല, ഡോക്ടറെ കാണിക്കണം. ഇന്നലെ വെള്ളത്തിൽ കുറെ കയ്യാലിട്ടടിച്ചതല്ലേ. ആ, മോൻ സ്കൂളിൽ പോവാൻ നോക്ക്, ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെല്ലു മോനെ. ബാഗും വാട്ടർ ബോട്ടിലൊക്കെ അമ്മ ഓട്ടോയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ജോളി പോട്ടേടാ. അമ്മേ, ഞങ്ങൾ പോട്ടെ. പോട്ടെ. ടാറ്റാ. ചേച്ചി ഇരിക്കും, ഞാനിപ്പോ വരാം. മോൻ വല്ലതും കഴിച്ചോ? ബിസ്ക്കറ്റ് തിന്നു. മേരി ഇരിക്കൂ. മോന് തരട്ടെ? ഞാനിപ്പൊ കൊടുത്തേ ഉള്ളൂ. ഒരു പോറല് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടതിന് ദൈവത്തിനോടാ നന്ദി പറയേണ്ടത്. പണിസ്ഥലത്ത് വെച്ച് ഞാൻ അറിഞ്ഞപ്പോ എന്റെ കൈയും കാലും തളർന്നു പോയി. അച്ചായനോ ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോയി. ഇവനും കൂടി എന്തെങ്കിലും പറ്റിയ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ വിഷമിക്കല്ലേ മേരി, അതിനിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ. ആ, നീ പോയി ഡ്രസ് മാറ. മോന്റെ ഷർട്ടിങ് എടുത്തോളൂ, ഞാൻ ഇട്ടു കൊടുക്കാം. നമുക്കൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. വേണ്ട ചേച്ചി, ഒരു പ്രാവശ്യം കൂടി മരുന്ന് കൊടുക്കുമ്പോ കുറഞ്ഞോളും. ആരാണാവോ? മോനെ, ഒന്ന് ഇറങ്ങിക്കിടക്ക്. വരൂ സാറേ, കയറിയിരിക്കാം. ജോളി എവിടെ? അകത്തുണ്ട്, ചെറിയൊരു പനി, കിടക്കുക. ആ, രാവിലെ പത്രത്തിൽ നിന്ന് അറിഞ്ഞതേ. സ്കൂളിൽ കാണാതെ വന്നോണ്ടാ ഇങ്ങോട്ട് ഇറങ്ങിയത്. നമസ്തേ. മോനെ, സാറ് വന്നിരിക്കുന്നു. ഉറങ്ങുകയാണെന്ന് തോന്നുന്നു, വിളിക്കണ്ട. പനിയുടെ ക്ഷീണം കാണും. മോനെ, ആരാ വന്നിരിക്കുന്ന നോക്കിയേ. വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. മോനെ, 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 ജോളി, മോനെ. ചേച്ചി,
ജോളി ജോളി മോനെ ബോധം അറിഞ്ഞല്ലോ സാറേ, തീ പോലെ പനിക്കുന്നുണ്ട്. നോക്കി നിൽക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ശരി മാഷെ. നീ വിഷമിക്കില്ല മേരി, ഒന്നും സംഭവിക്കില്ല. പാവം, ആ പെണ്ണിനെ കാണുമ്പോ ആകെ ഒരു മനപ്രയാസം. കൂട്ടിനൊരു തുണയില്ലാതെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കണ്ടേ, അതിന്റെ കഷ്ടപ്പാട് അവർക്കുണ്ടാവും. ജോളിയുടെ ആരാ ഇവിടെ ഉള്ളത്? എന്താ ഈ സിസ്റ്റർ? മരുന്ന് അത്യാവശ്യമായി വാങ്ങണം, ഇവിടുത്തെ ഫാർമസിയിലുണ്ട്. വാ മാഷേ, നമുക്കിത് വാങ്ങിട്ട് വരാം. സാറിരിക്കൂ, ഞാൻ വാങ്ങിട്ട് വരാം. മേരി വിഷമിക്കാതിരിക്കെ, ആപത്തൊന്നും ഉണ്ടാവില്ല. ഞാൻ അന്വേഷിച്ചിട്ട് വരാം. സാർ. ആ, കിട്ടിയ മാഷ്? കിട്ടി. ജോളിയുടെ മെഡിസിൻ ഇതാ. സാറിന് എന്നെ മനസ്സിലായോ? ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഓർമ്മ കിട്ടുന്നില്ല ഡോക്ടറെ. എന്താ പേര്? രാധാകൃഷ്ണൻ. മാരോത്തെ കുഞ്ഞികൃഷ്ണമേനോന്റെ. ആ, ഇപ്പൊ മനസ്സിലായി. സാറിന്റെ ആരാ ഇവിടെ? എന്റെ ഒരു സ്റ്റുഡന്റ്, ജോളി മോൻ. ഓ, ജോളി. ഞാനിപ്പോ നോക്കിയതേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. ഞാൻ വേണ്ടത് ചെയ്യാം. അമ്മയാണല്ലേ? ഞാൻ വാർഡിലോട്ട് ചെല്ലട്ടെ. ഓ ശരി. എനിക്ക് മനസ്സിലായില്ലെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. സാറിന്റെ ഇത്രയും വർഷത്തെ സർവീസിൽ ഇതേപോലെ എത്രയോ ശിഷ്യന്മാരുണ്ടാവുമല്ലേ? ആ, കുടുംബവും കുട്ടികളും ഇല്ലാത്ത എനിക്ക് ഇതൊക്കെയാണ് മാഷെ സമ്പത്ത്. സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിന്. ഇനി ജോളിയെ ഡോക്ടർ നോക്കിയോളും. എനിക്ക് സ്കൂളിൽ അത്യാവശ്യമായി കുറെ കാര്യങ്ങളുണ്ട്. മാഷ് ഇവിടെ ഉണ്ടാവണം. ശരി സാർ. ആ ശരി. ഇവിടെ ഇങ്ങനെ പുറത്തിരിക്കാനേ പറ്റൂ, അകത്ത് കടത്തില്ല. സാരല്ല, ഞാനിവിടെ ഇരുന്നോളാം. മാഷ് പൊയ്ക്കോളൂ, ഞാനുണ്ടാവും ഇവിടെ. ഇത് വെച്ചോളൂ, ആവശ്യം വരും. വേണ്ട സാറേ, എന്റെ അടുത്തുണ്ട്. ബുദ്ധിമുട്ടാണെന്ന് തോന്നണ്ട. വേണ്ട, കാശുണ്ട്. എന്നാ ഞാൻ പോയിട്ട് വരാം. മാഡം ഉണ്ടാവല്ലോ അല്ലേ ഇവിടെ? ഞാനിവിടെ ഉണ്ടാവും. എന്താ ആവശ്യം വന്നാലും അറിയിക്കാൻ മടിക്കരുത്. പോട്ടെ. ശരി. പപ്പ, ഞാൻ കൊടുക്കാൻ ജോളിയേട്ടന്. മേരി എവിടെ പോയതാ? മേസ്ത്രി ഒന്ന് കാണാൻ പോയതാ. പിന്നെ കൊച്ചിന് പാലും പെണ്ണും വാങ്ങിക്കണായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു, നാളെ പോവാന്ന് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായില്ലേ? നീ അതും ഇതും പറയാതിരിക്കണുണ്ടോ? ഈ കുട്ടിയെ തനിച്ചാക്കി നീ എവിടെയാ പോയത്? അത് മേസ്ത്രിയോട് ഒരു ചിട്ടിയുടെ കാര്യം പറയാൻ പോയതാ. എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയാലോ. അസുഖമുള്ള കുട്ടിയല്ലേ, അവനെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ പാടില്ല. നീ വീട്ടിൽ പോയിരുന്നോ? ഇല്ല, പറ്റിയില്ല. എന്നാ നീ പോയിട്ട് വാ, അതുവരെ ഞാൻ ഇവിടെ ഇരിക്കാം. വേണ്ട. ഇപ്പൊ വിശേഷമൊന്നുമില്ലല്ലോ, ഞാൻ ഡ്രൈവറോട് പറയാം വീട്ടിലോട്ട് വിടാൻ. വേണ്ട സാറേ, ഞാൻ പിന്നെ പൊയ്ക്കോളാം. ജാനുവിനോട് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടാവെന്ന് കരുതിയാണോ നീ മടിക്കുന്നത്? അല്ല ചേച്ചി, പോകാൻ തോന്നുന്നില്ല. ചേട്ടാ, നീ ഇത് വെച്ചോളൂ. അയ്യോ വേണ്ട.
എന്നാലും ചേച്ചി ഒരു എന്നാലും ഇല്ല. ഇവിടുത്തെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിനു വേണ്ടി മേസ്റ്ററെ കാണാനും മറ്റൊന്നും പോവണ്ട. സ്വസ്ഥമായി ജോലിയുടെ അടുത്തിരിക്കെ അമ്മ അടുത്തിരിക്കണമെന്ന് അവനും ആഗ്രഹം ഉണ്ടാവില്ലേ? ഇല്ലടാ. ഇതൊക്കെ ഞാൻ എങ്ങനെ വീട്ടാനാ ചേച്ചി? ഇപ്പോ അതൊക്കെ ആലോചിക്കാനുള്ള നേരമാണോ മേരി? ഇവനെ പോലെ തന്നെയാ ഞങ്ങൾക്ക് ജോലിയും. ഞങ്ങൾ ഇറങ്ങട്ടെ മേരി. നീ മോന്റെ അടുത്ത് ഉണ്ടാവണം. പോയിട്ട് വരാട്ടോ മോനെ. അമ്മ എങ്ങും പോകാൻ സമ്മതിക്കരുത്. ശരി പപ്പ. പോയിട്ട് വരാം. ഞാൻ രാത്രി വിളിക്കാട്ടോ. ഡാ, നിനക്കുള്ള നോട്ട്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോ തരാട്ടോ. അമ്മ മോള് പോയിട്ട് വരാട്ടോ. പോട്ടെ അമ്മ. ശരി. എന്താ മേരി, നീ ഇനിയും പോയില്ലേ? ഇല്ല, ഇനി ഒരു 12 ചട്ടിയുടെ ബാക്കിയുണ്ട്. അത് ഞാൻ ആ ജാനുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. നീ ചെല്ല്. നല്ലൊരു ദിവസല്ലേ, ചെല്ലു പെങ്ങളെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപക സുഹൃത്തുക്കളെ, ഈ വിശിഷ്ടമായ ചടങ്ങിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ട എന്റെ കുട്ടികളെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റെല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് 2 വാക്ക് സംസാരിക്കുവാൻ ബഹുമാനപ്പെട്ട RDO മിസ്റ്റർ ഹരീന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. സാഹസികതയുടെയും ആത്മാർത്ഥതയുടെയും ചൂടുപിടിച്ചുകൊണ്ട് സധൈര്യം ഒരു സഹപാഠിയെ മരണക്കയത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ജോളിയെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ കുട്ടിയുടെ സാഹസികമായ ധീരത സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ പ്രിയമുള്ള കുട്ടികൾക്കും മറ്റുള്ളവർക്കും അറിയാമല്ലോ നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന്. നമ്മുടെ സ്കൂളിലെ ജയ എന്ന കുട്ടിയെ ആപത്കരമായ സാഹചര്യത്തിൽ നിന്നും സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ രക്ഷിച്ച നമ്മുടെ സ്കൂളിന്റെയും നാടിന്റെയും അഭിമാനമായ ജോളിമോനെ അഭിനന്ദിക്കുവാനും രക്ഷാകർതൃ സംഘടനയുടെ പാരിതോഷികം അയാൾക്ക് നൽകുവാനുമാണ്. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ജോളിയുടെ അമ്മ മേരിയെയും പാരിതോഷികം സ്വീകരിക്കുവാൻ ജോളിയെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
വല്യമ്മേ, ഇത്തവണ തിരുവോണത്തിന് ഗൾഫിൽ നിന്ന് ആരൊക്കെയാ വരണേ? എന്റെ മോളെയും ഉണ്ണിക്കുട്ടനെയും ഈ മണ്ണിലടക്കിയ അന്ന് മുതല് എനിക്ക് എന്നും ഒരുപോലെയല്ലേ. ആരും വരണ്ട. ഉഷയും അവളുടെ കുറെ കൂട്ടുകാരും, അത് മതി എനിക്ക്. എന്തിനാ ഇപ്പൊ അതൊക്കെ ഓർത്ത് വിഷമിക്കണേ? ഒക്കെ വിധിയാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. എന്റെ കണ്ണടയണേനു മുമ്പ് എന്റെ കുട്ടികൾക്കൊരു വഴി കാട്ടിക്കൊടുക്കണേ എന്റെ ദേവരേ. ജോളി, വീട്ടിലാരും ഇല്ലേ മോനെ? അമ്മ പണിക്ക് പോയി. അപ്പച്ചനോ? അപ്പച്ചൻ മരിച്ചുപോയി. വാ, ചേച്ചിയും കൂടാൻ പുല്ല് പറിക്കാൻ. മോനെ, എന്താ ഈ ആടിന്റെ പേര്? അമ്മിണി. മോൻ വല്ലതും കഴിച്ചോ? ഇല്ല. ചേച്ചി മോനെ വിളിക്കാൻ വന്നതാ. എങ്ങോട്ട്? മോനെ കാണാൻ. എന്റെ മുത്തശ്ശി കാത്തിരിക്കുന്നുണ്ട്. പോവാം. അയ്യോ, ഞാനില്ല. അമ്മ വരുമ്പോ എന്നെ കണ്ടില്ലെങ്കി വിഷമിക്കും. അമ്മ എപ്പോ വരും? ഇരുട്ടാവും. അമ്മ വരും മുമ്പ് തിരിച്ചു വരാം, പോരെ? വേഗം വരാം മോനെ. ശരി, ഞാൻ അമ്മിണിയെ കൂട്ടിക്കെട്ടട്ടെ. അമ്മിണി, വാ മോനെ. എന്റെ ദേവരേ, ഞാൻ കാണണത് സത്യാണോ? ഗായത്രി, ഗായത്രി. എന്താ വല്യമ്മേ? ഒന്നിങ്ങട് വരിക. ആരാ വന്നിരിക്കണേന്ന് നോക്ക. മുത്തശ്ശി, ഞാൻ പറഞ്ഞിരുന്നില്ലേ? എനിക്ക് അന്ന് കണ്ടപ്പോ ഒട്ടും വിശ്വസിക്കാനായില്ല. കുട്ടൻ ഇവിടെ ഇരിക്കുക. എവിടെയാ കുട്ടന്റെ വീട്? കൗങ്ങുംപാടത്തിനടുത്താ. എന്തൊക്കെയായി കാണണേ? എന്തൊരു മായാവിലാസങ്ങളാണ് എന്റെ തേവരെ. അമ്മ വരണേന് മുമ്പ് കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിട്ടാ ഞാൻ കൂട്ടിക്കൊണ്ടു പോന്നത്. നന്നായി, ഒന്ന് കാണാൻ പറ്റിയല്ലോ. മോളെ, എന്താ ഉണ്ണിക്കുട്ടിന് കുടിക്കാൻ കൊടുക്കുക? ഉണ്ണിക്കുട്ടന് കഴിക്കാൻ നല്ല പാൽപ്പായസം ഉണ്ടാക്കാട്ടോ. കുട്ടനെ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കൂ. കുളത്തിലും തൊടിയിലും കൊണ്ടുപോണ്ട. ഞാൻ ഇപ്പൊ വരാട്ടോ. അതെ, നമുക്ക് ചേച്ചിയുടെ മുറിയിൽ പോവാം. വാ. ഇതെന്താ ചേച്ചി? അതറിയോ ഉണ്ണിക്കുട്ട? ഈ അറയിൽ എന്താ? ഇപ്പൊ അതിലൊന്നുമില്ല മോനെ. ഓ, എന്ത് വലിയ വീടാ ചേച്ചിയുടെ. ആ കല്ലെന്തിനാ അവിടെ വച്ചിരിക്കുന്നേ? അയ്യോ, അങ്ങനൊന്നും പറയരുത്. ഈ വീട്ടിലെ തേവരാ അത്. മോന്റെ കർത്താവിനെ പോലെ. വാ, നമുക്ക് മോളിലേക്ക് പോവാം. എന്താണെന്ന് അറിയില്ല വല്യമ്മേ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞാ മതിയായിരുന്നു, ഒരു സമാധാനത്തിന്. അത്രേ ഉള്ളൂ. നീ എടുത്ത് കുടിച്ചോളൂ.
ഉണ്ണിക്കുട്ട എന്താ ആലോചിച്ച് നിക്കണേ? മോന് വേണ്ടി വാങ്ങി വെച്ചതാ. എന്റെ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നേ? അത് മോനെ പോലെ ചേച്ചിക്ക് ഒരു അനിയനുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ. ദേ മുത്തശ്ശി വിളിക്കുന്നു, വാ പോവാ. ഉണ്ണിക്കുട്ടൻ വരിക, ഇങ്ങടെ ഇരിക്കൂ. കുട്ടൻ ഇത് കഴിച്ചോളൂ. മോളും കുടിച്ചോളൂ. ഉണ്ണിക്കുട്ടന് ഉടുപ്പൊക്കെ ഇഷ്ടായോ? ഉണ്ണിക്കുട്ടന് പായസം ഇഷ്ടായോ? കുറച്ചുകൂടെ കഴിക്കട്ടെ? വേണ്ട, മതി. ചേച്ചി, എനിക്ക് പോണം. അമ്മ വരാറായി. അത്രയ്ക്ക് തിരക്കായോ? ഇപ്പൊ വന്നേലേ ഉള്ളൂ. നിന്റെ കുട്ടൻ നാളെയും വരണം കേട്ടോ. ദേവരെ പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളൂ. നിന്റെ കുട്ടന് നല്ലതേ വരൂ. വരൂ. ചതിച്ചല്ലോ എന്റെ തേവരെ, നാഗത്താമാരെ, മാപ്പാക്കണേ. പുറത്ത് കടത്തുക ഈ മാപ്പിള കുട്ടിയെ. അശുദ്ധാങ്കിലേ ഈ തറവാട്. എന്റെ പര ദൈവങ്ങളെ, മാപ്പാക്കണേ. കൊണ്ടുപോയി അശരീരത്തിനെ കൊണ്ടുപോകാൻ. കൊണ്ടുപോകാനാ പറഞ്ഞേ. അതിന് ഇനി ഞാൻ തന്നെ വേണമെന്നുണ്ടോ? കടന്നു പോവാൻ. ഏത് കരികാലത്താണോ എന്റെ ദേവരെ ഈ അശുദ്ധങ്ങൾ വന്ന് കയറിയേ? എന്താ? എന്തു പറ്റി മോനെ? നീ എവിടെയാ പോയിരുന്നേ? പറയാ മോനെ, എവിടെയാ പോയിരുന്നേ? തെക്കേർമഠത്തില്. ആരുടെ കൂടെ? അവിടുത്തെ ചേച്ചിയുടെ കൂടെ. മോനെന്തിനാ കരയുന്നേ? കുട്ടി ഏതാ? തെക്കേർമഠത്തിലെയാ. ഇവൻ എന്തിനാ മോളെ കരയുന്നേ? അത് മുത്തശ്ശി വഴക്ക് പറഞ്ഞേനാ. മോനെ വിളിച്ചോണ്ട് പോയതിനാണോ? അതിനൊന്നും അല്ല, വെറുതെയാ.
വീട്ടിൽ കയറിട്ട് പോവാം. മോളിരിക്കെ. എന്താ ഇത്? അത് ഞാൻ ജോലിക്ക് വേണ്ടി വാങ്ങിയ ഒരു ഷർട്ടാ. അയ്യോ, അത് വേണ്ടായിരുന്നു. ഇവ മോളെ ബുദ്ധിമുട്ടിച്ചോ? മോളെ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ മോൻ എന്തിനാ കരഞ്ഞത്? അവൻ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? കുട്ടി എന്തിനാ വിഷമിക്കുന്നത്? എന്താ ഇത് മോളെ? ജോലിയെ കണ്ടപ്പോ മുതല് എനിക്കെന്റെ ഉണ്ണിക്കുട്ടിനെ ഓർമ്മ വന്നത്. അതേ മുഖം, അതേ രൂപം. കുളത്തിന്ന് കുട്ടിയെ വലിച്ചു കയറ്റണ കണ്ടപ്പോ എന്റെ ഉണ്ണിക്കുട്ടനാണെന്ന് ഞാൻ കരുതിയത്. ആരാ ഉണ്ണിക്കുട്ടൻ? എന്റെ അനിയനാ. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? പോയി. 1.5 വർഷം മുമ്പ് ഒരു കാർ ആക്സിഡന്റില് അവനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തോണ്ടാവാം അമ്മയും ഡാഡിയും കൂടെ പോയത്. ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. ഞാന് മോനെ വിളിച്ചോണ്ട് പോയത്. തറവാട്ടിൽ അയിത്തവും തൊട്ടുകൂടായ്മയും ഇന്നും ഉണ്ടെന്ന് സിറ്റിയിൽ ജനിച്ചു വളർന്ന എനിക്ക് അറിയില്ലല്ലോ ചേച്ചി. അതും കുട്ടികളോട്. മുത്തശ്ശി വഴക്കു പറഞ്ഞു. ജോലിയെ കൂട്ടിയിട്ട് ചെന്നേന്. ഞാൻ വല്ലപ്പോഴും വന്ന് ഇവനെ ഒന്ന് കണ്ടോട്ടെ ചേച്ചി. മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിട്ടാ. മോള് എപ്പോ വേണമെങ്കിലും വന്നോളൂ. മോനെ, ചേച്ചി പോട്ടെ. വരട്ടെ ചേച്ചി. കുട്ടാ, സൂക്ഷിക്കണം കേട്ടോ. ദൂരത്തേക്ക് പോണ്ട, കേറിക്കോളൂ. പരിചയമില്ലാത്ത വെള്ളാണ് കുട്ടിയെ, നീരിളക്കം പിടിക്കും. ഉണ്ണി, 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 ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ, ഉണ്ണി, ഉണ്ണിക്കുട്ടാ. വല്യമ്മേ, എന്തു പറ്റി? വല്യമ്മേ, കുറച്ച് വെള്ളം തരൂട്ടിയേ. ചേച്ചിയമ്മേ, മുത്തശ്ശിക്ക് എന്തു പറ്റി? കുറച്ച് വെള്ളം എടുക്ക. അതൊക്കെ എന്റെ കുട്ടികളുടെ അമ്മാവിന് ശാന്തി കിട്ടില്ല എന്നുണ്ടോ എന്റെ തേവരെ? ഈ ജന്മത്തില് 7 ജന്മത്തിന്റെ ശാന്തി ഞാൻ ചെയ്തില്ലേ തേവരെ? എന്നിട്ടും എന്താ മുത്തശ്ശി, എന്തൊക്കെയായി പറയണേ? കുട്ടി പോയി കിടന്നോളൂ, ഉറക്കൊഴിക്കണ്ട. ഇല്ല, ഞാൻ എങ്ങോട്ടും പോണില്ല, ഇവിടെ തന്നെ കിടന്നോളാം. വാശി പിടിക്കണ്ട കുട്ടിയെ. മുജ്ജന്മ ശിഷ്ടം
ബാക്കിയുള്ള ജീവിതമാണ് കുട്ടിയെ ഈ മുത്തശ്ശിയുടെ. എന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ പറയണേ? വല്ലായ്മ വല്ലതുണ്ടോ ആവോ? മരുന്ന് കൊടുത്തോ ചേച്ചിയമ്മേ? ഇന്ന് ആഹാരം കൂടി കഴിച്ചിട്ടില്ല. എന്താ മുത്തശ്ശി? മോളൂട്ടി ഒന്നും നിരീക്ഷിച്ചിട്ടല്ല ആ കുട്ടിയെ വിളിച്ചോണ്ട് വന്നത്. ഞാൻ ചെയ്തത് തെറ്റായ മുത്തശ്ശി? മോളോട് മുത്തശ്ശി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് കരുതിക്കോളൂ. എന്തൊക്കെയോ ഉള്ളിന്റെ ഉള്ളിലൊരു പേടി. ഞാനൊരു സ്വപ്നം കണ്ടതാ എന്റെ കുട്ടിയെ. മോൾ ഇന്ന് എന്റെ കൂടെ ഉറങ്ങിക്കോളൂ. ഞാൻ കുട്ടിയോട് നീരസായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഓവോ ശംഭുവേ ദേവരേ. ജോളി, കൂട്ടൊക്കെ നല്ലതാ, കൂട്ടുകാരനെ സഹായിക്കുന്നതും നല്ലതാ. അത് ഉത്തരക്കടലാസ് കാണിച്ചു കൊടുത്തിട്ടല്ല. കോപ്പി അടിക്കുന്നതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയാമോ? കോപ്പി അടിക്കുന്നവനും കോപ്പി അടിക്കാൻ സഹായിക്കുന്നവനും ഒരുപോലെ ശിക്ഷാർഹരാണ്. അവനവൻ പഠിച്ചെഴുതുന്നതാണ് പരീക്ഷ. കൂട്ടുകാരനെ നീ സഹായിക്കുമ്പോ നശിക്കുന്നത് അവനാണ്. ഇനി ആവർത്തിച്ച പരീക്ഷ എഴുതിക്കില്ല. ഇരിക്ക്. കാണിക്കടാ, കാണിച്ചാടാ. ജോളി കാണിച്ചാടാ. ഒന്ന് കാണിച്ചാടാ ജോളി. ജോളി എഴുതി കഴിഞ്ഞോ? രാജേഷ് എഴുതി കഴിഞ്ഞോന്ന്. കഴിഞ്ഞെങ്കിൽ തന്നേക്ക്. ഇനി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അവന് വേണ്ടി നീ എന്നെ തല്ലി. പിന്നതേ ഇവനെ. അന്ന് ഞാൻ നിന്നെ തല്ലാതിരുന്നതേ നിനക്ക് കിട്ടുമെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാ. ദേ അവൻ വരുന്നുണ്ട്. ജോളിയേട്ടാ, ജോളിയേട്ടാ, എനിക്ക് 100 മാർക്ക് കിട്ടിയല്ലോ. ദേ രാജേട്ടൻ, നമുക്ക് അങ്ങോട്ട് പോവാം. രാജേട്ടാ, മോക്ക് 100 മാർക്ക് കിട്ടിയല്ലോ. ഇത്തവണ നിന്റെ ചേട്ടനെ വട്ടപൂജ്യം കിട്ടുമെന്നാ തോന്നണേ. പോടാ അവിടുന്ന്, ഇവന് ഞാൻ വച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? വാ വാ. പതുക്കെ കേറടി വണ്ടിയില്. എന്തിനെങ്ങനെ ദേഷ്യം? അവന് കേറിക്കോട്ടെ. ചേട്ടാ വണ്ടി എടുക്ക. വീട്ടിൽ ചെല്ലുമ്പോ അമ്മ എന്നെ വഴക്ക് പറയും. നിങ്ങളോട് വണ്ടി എടുക്കാനാ പറഞ്ഞേ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. കഷ്ടമുണ്ട്. സാരമില്ലടാ, വാ പോവാ. പരീക്ഷ എളുപ്പമായിരുന്നോ?
എന്താ മോനെ? എന്താ മോനെ? എന്താ പറ്റിയത്? പറ മോനെ, മോനെ പറ, എന്താ പറ്റിയത്? സ്കൂളില് വീണത് അമ്മ. എങ്ങനെ വീണേ? അത് ഒന്ന് സത്യം പറ മോനെ, എങ്ങനെ വീണേ? അത് രാജേഷ് തള്ളിയിട്ടത് അമ്മ. രാജേഷോ? എന്തിനാ മോനെ? എനിക്ക് അറിയില്ല അമ്മ. ഈ കൈയും വെച്ചോണ്ട് എന്റെ മോനിനെ എങ്ങനെയാ പരീക്ഷ എഴുത? എന്റെ കർത്താവേ, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? വേദനിക്കുന്നുണ്ടോ മോനെ? അമ്മ മരുന്ന് വെച്ചേരാം. വാ, നമുക്ക് സന്ധ്യച്ചിട്ട് വീട്ടിൽ പോവാം. ഈ ബ്ലഡ് കണ്ടോ നീ? ഈശ്വര, ഇനി അവന്റെ തലയ്ക്ക് വല്ലതുമാണ് മുറിവ്. എടി, നീ കണ്ടോടി? ഇല്ല, ഞാൻ കണ്ടില്ല മമ്മി. രാജേഷേ, മമ്മിയുടെ ക്ഷമ പരീക്ഷിക്കരുത്. സത്യം പറഞ്ഞു. ഇങ്ങോട്ട് മാറി നിക്കണം. അവിടെ നിൽക്കും. കെട്ടിട കൈ അനങ്ങി പോകരുത്. പപ്പ വരട്ടെ, നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. നോക്കിക്കോ. നീ എന്തിനാടി മോളെ? വാ, വല്ലതും വന്ന് കഴിക്കാൻ നോക്ക്. പപ്പ, എന്താടാ? പപ്പ മോക്കുന്ന 100 മാർക്ക് കിട്ടി. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇവനെന്ത് പറ്റി? ചേട്ടൻ വന്ന് ചായ കുടിക്കോ? ഓ, മമ്മി മോനുമായിട്ട് ഇന്നും ഗുസ്തി ഉണ്ടായോ? ഞാനായിട്ടല്ല, ഇന്ന് ഗുസ്തി സ്കൂളിലാ. എന്തു പറ്റി? ചേച്ചി എന്താടാ? വരൂ മേരി. അയ്യോ, എന്താ മോനെ ഇത്? എന്തു പറ്റി? ഇവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? പറയും മോനെ. വീണതാ. കണ്ടില്ലേ നിങ്ങളുടെ മോൻ ചെയ്തു വെച്ചേക്കണത്? എന്താ മേരി ഉണ്ടായേ? ഇവനോട് ചോദിച്ചിട്ടൊന്നും പറയണില്ല. നിനക്കെങ്കിലും അറിയോ എന്താ ഉണ്ടായെന്ന്? ഈ കയ്യും വെച്ച് എന്റെ മോൻ നാളെ എങ്ങനെ പരീക്ഷ എഴുതുമെന്ന് എനിക്കറിയില്ല. സ്കൂളിലെ ഹെഡ്മാഷിനോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി തരണം. വിഷമിക്കണ്ട, ഞാൻ നാളെ എച്ചമ്മനെ കണ്ട് വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യാം. സന്ധ്യേ, നീ ഒന്ന് ജോളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വേണ്ട സാറേ, ഞാൻ പച്ചമരുന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായില്ല, ഡോക്ടറെ കാണിക്കണം. നീ ചെല്ലേ. വാ മോനെ. ആ ചേട്ടാ, ഇനി അവനോട് ദേഷ്യപ്പെടണ്ട കേട്ടോ. ചെല്ലേ. ഇവിടെ വാടാ. വാ. നെഞ്ചിലെ നോവിന്റെ തോറ്റമുണരുന്നേ, പന്താരോ നുള്ളിയ കൂമ്പുതളിർക്കുന്നേ. നെഞ്ചിലെ നോവിന്റെ തോറ്റമുണരുന്നേ, പന്താരോ നുള്ളിയ കൂമ്പുതളിർക്കുന്നേ.
ചന്ദ്രനോ മാറാത്ത് മറയുന്നേ ഇടനെഞ്ചിലോരോന്ന് പൊട്ടിക്കരയുന്നേ ഇടനെഞ്ചിലോരോന്ന് പൊട്ടിക്കരയുന്നേ നെഞ്ചിലെ നോവിന്റെ നോറ്റമുണരുന്നേ നെഞ്ചിലെ നോവിന്റെ നോറ്റമുണരുന്നേ നെഞ്ചിലെ നോവിന്റെ നോറ്റമുണരുന്നേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ സാർ ഒരു മുന്നറിയിപ്പില്ലാതെ? ഞാൻ പഠിച്ചു വളർന്ന തട്ടകത്തിലേക്ക് വരാൻ ഒരു മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടോ മാഷെ? എന്തു പറ്റി ജോളി? എനിക്കൊരു തെറ്റുപറ്റി. എന്റെ മോന് പറ്റിയതാ മാഷെ. അത് എനിക്ക് പറ്റിയ പോലെയാണല്ലോ. അത് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയാ, മാഷ് എന്നെ ഒന്ന് സഹായിക്കണം. മക്കൾ ക്ലാസ്സിൽ പോയിക്കോ. ഈ കൈ കൊണ്ട് ജോലിക്ക് എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. എനിക്ക് HM ഒന്ന് കാണണമായിരുന്നു. അയ്യോ, അതിന് അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. ഒഫീഷ്യലായി ട്രിവാൻഡ്രം വരെ പോയിരിക്കുക. ഓഹോ, എങ്ങനെയൊന്ന് കോണ്ടാക്ട് ചെയ്യാം? HM ഒരു നമ്പർ തന്നിരുന്നു, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 0471 380177. ഹലോ, വാസുദേവൻ സാറിനെ ഒന്ന് കിട്ടുമോ? ഇത് സ്കൂളിൽ നിന്നാ. ഞാൻ ഹരീന്ദ്രനാണ് സാർ. ഒരു റിക്വസ്റ്റുമായിട്ടാണ് വിളിച്ചത്. രാജേഷിന്റെ കയ്യിൽ നിന്നും ഒരു അബദ്ധം പറ്റി. ജോളിയുടെ കൈ ഒന്ന് മുറിഞ്ഞു. കുറച്ച് ഡീപ്പാണ്. എങ്ങനെ എക്സാം എഴുതിക്കും എന്നുള്ളതിനെ പറ്റിയാ. ഹലോ, അതെ സർ. ഓക്കെ സർ, ഞാൻ വേണ്ടത് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ സാർ ഇരിക്കും, ഞാനിപ്പോ വരാം. നീ എന്തിനാ വിഷമിക്കുന്നേ? നല്ലോണം പഠിച്ചിട്ടില്ലേ? പിന്നെന്തിനാ വിഷമിക്കുന്നേ? ഞാൻ അന്വേഷിച്ചു സാർ. ഓപ്ഷണൽ റൈറ്ററെ വെച്ച് എഴുതിക്കാനേ പറ്റുള്ളൂ. അത് മുതിർന്ന ക്ലാസ്സിലെ കുട്ടിയാകാനും പാടില്ല, എക്സാം ഹാളിൽ ഇരുത്താനും പറ്റില്ല. അതാണ് റൂൾസ്. ഓ, 4th ഡിയിൽ ഉണ്ണികൃഷ്ണൻ ഇന്ന് എക്സാം ഇല്ലല്ലോ? ഇല്ല. അവനൊന്ന് വിളിക്കൂ. വിളിക്കാൻ സാർ. ഞാനിപ്പോ വരാം. ജോളി വാ. എന്താ ഗായത്രി ഇവിടെ? ഉഷക്കുട്ടി പറഞ്ഞയച്ചു തന്നെ. ജോളിമോന്റെ വിശേഷം അറിഞ്ഞിട്ട്. ഉഷ എവിടെ? മഞ്ജു ചേച്ചിയുടെ മൂന്തേട്ടന്റെ മരണ സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെല്ലാൻ ഏതോ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു, അങ്ങോട്ട് പോയതാ. പാവം കുട്ടി. ജോളിമോൻ അവന് എഴുതാൻ പറ്റുമോ? അവിടെ എക്സാം നടന്നോണ്ടിരിക്കുകയാണ്.
എന്റെ മോന് പരീക്ഷ എഴുതാൻ വിഷമിക്കണ്ട, പരീക്ഷ എഴുതാണ്. വിവരം അറിഞ്ഞപ്പോ ഉഷക്കുട്ടി പറഞ്ഞിട്ടാ ഞാൻ വന്നത്. വേണ്ടത് ചെയ്തോളാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ മേരി. സന്ധ്യേച്ചി അവക്കും വളരെ വിഷമമായി. അതാ ഞാൻ മോനെയും കൊണ്ട് പോന്നെ. തലയിൽ വെച്ച ചുമട് ഉറയ്ക്കാതെ വന്നപ്പോ എന്റെ കൊച്ചിനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഭാര്യ കഴിക്കാൻ പോലും അവന് പറ്റില്ലല്ലോ. അതാ ഞാൻ ഓടി വന്നത്. അവന് എഴുതാൻ പറ്റുമോ സാറേ? മേരി വരൂ, അവ എക്സാം എഴുതുന്നത് ഞാൻ കാണിച്ചു തരാം. ദേ, മേരിക്കിപ്പോ സമാധാനമായില്ലേ? എല്ലാം ഭംഗിയായി കഴിഞ്ഞല്ലോ അല്ലേ? ഭംഗിയായി കഴിഞ്ഞു. എന്റെ തേവരേ, അയ്യോ വല്യമ്മേ, എന്താ പറ്റിയേ? മുത്തശ്ശി, അയ്യോ എന്റെ ദേവനെ. സുഷി, മുത്തശ്ശി ഇവിടെ കുറച്ച് വെള്ളം എടുക്ക്. ഇതൊക്കെ കാണാൻ എന്തിനാ വെച്ചേക്കണത് ദേവരെ? ഈണം മാറ്റിക്കോളൂ എന്റെ കുട്ടിയോളെ. വല്യമ്മ ഇങ്ങനെ തളർന്ന ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? വരും. വല്യമ്മേ, ഇന്നലെ ഒന്നും കഴിച്ചില്ലാലോ. ഒരിക്കലായിട്ട് ഇതങ്ങോട്ട് കഴിച്ചോളൂ. വേണ്ട, വിശപ്പ് തോന്നണില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല വല്യമ്മേ. മരുന്ന് കഴിക്കണതല്ലേ, ഇതങ്ങോട്ട് കഴിച്ചോളൂ. അകത്തളത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരില്ലാന്നാ ഉഷക്കുട്ടി പറയണേ. പുറത്തിരുത്തിക്കോളാത്രേ. അവൾക്ക് വല്യമ്മയോട് നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്രേ. കുറച്ചു ദിവസമായിട്ട് അവളുടെ മനസ്സിന് ഒട്ടും സുഖമില്ല. എന്റെ കുട്ടിയുടെ വിഷമം ഞാനും മനസ്സിലാക്കുന്നുണ്ട് ഗായത്രിയെ. ഇനിയിപ്പോ എന്റെ കാലം കഴിയാറായി. എന്റെ കുട്ടിക്ക് എന്താ നല്ലതെന്ന് വെച്ചാ ചെയ്തോളാൻ പറഞ്ഞോളൂ. ഈ തറവാടിനെ മറന്നൊന്നും ചെയ്യണ്ടെന്നും പറയണം. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൾ എവിടേക്കാ പോയത്? ആ കുട്ടിയെ വിളിച്ചോണ്ട് വരാന്നും പറഞ്ഞാ പോയത്. ഇനിയിപ്പോ അതൊന്നും ആലോചിച്ച് വല്യമ്മ വിഷമിക്കണ്ട. കുറച്ചു നേരം കിടന്നോളൂ. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ജോളിമോനെ, മേരി. ആ സന്ധ്യച്ചെന്താ ഈ സമയത്ത്? വരൂ, ചെരുപ്പൊന്നും അഴിക്കണ്ട. അമ്മേ, ജോളിമോനെ എവിടെ? അപ്പുറത്ത് ആടിന് വെള്ളം കൊടുക്കുക. ജോളിമോനെ, ജോളി, അമ്പലത്തിൽ പോയിട്ട് വരാ.
രാജേഷ് വന്നില്ലേ? ആ ഒന്നും പറയണ്ട, രാവിലെ മുതൽ തുടങ്ങിയ കളിയാ. ഇന്നും കൂടെയല്ലേ കളിക്കൂ. നാളെ മുതൽ ക്ലാസ്സിൽ പോണ്ടതല്ലേ, അതുകൊണ്ട് ഞാനും ഒന്നും പറഞ്ഞില്ല. ആഹാ, നല്ല പണിയിലാണല്ലോ. എന്താ ചെയ്യണേ? പോയി കൈ കഴുകിട്ട് വാ മോനെ. മോളൂടി വരുന്ന ജോളിയേട്ടാ. ജോളി, മോളെ കിണറ്റിങ്ങരയ്ക്ക് കൊണ്ടുപോണ്ട. ശരി അമ്മേ. മേരി, ഇത് തരാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഉച്ചയ്ക്ക് ചേട്ടൻ ഓഫീസിൽ നിന്ന് കൊടുത്തയച്ചതാ. എന്താ ചേച്ചി ഇത്? ഈ സ്ഥലത്തിന്റെ പട്ടയമാണ്, നിന്റെ പേരിലാ. എന്റെ മോനെയും കൊണ്ട് എന്നാണ് ഇവിടുന്ന് പോണ്ടതെന്ന് ഓരോ ദിവസവും ഞാൻ എണ്ണയായിരുന്നു. നന്ദിയുണ്ട് ചേച്ചി, നന്ദിയുണ്ട്. എന്താ മേരി ഇത്? എന്താ മോനിപ്പോ അങ്ങോട്ടൊന്നും വരാത്തത്? പണിയുണ്ടായിരുന്നു. ഓ, ഒരു വലിയ പണിക്കാരൻ വന്നിരിക്കണം. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും എടുക്കണ്ട, നീ ഇങ്ങോട്ട് വാ. നാളെ തന്നെ RD ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുക്കണം. പോകുമ്പോ ഈ പേപ്പർ അവിടെ കാണിച്ചാ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ജോളിമോനെ, മമ്മി പോയിട്ട് വരാട്ടോ. ടാറ്റ അമ്മേ. ടാറ്റ ജോളി ചേട്ടാ. താനേ എരിഞ്ഞും പ്രകാശം പരത്തുന്ന താരാപഥത്തിലെ താരകം പോൽ അഴലിന്നിരുളല മൂടിയ പാതയിൽ തഴുകും നിലാവാണമ്മ. അക്ഷരത്താലെനിക്കാവുകില്ല അക്ഷയ സ്നേഹമി നിന്നെ വാഴ്ത്താൻ. തീരാത്ത ദുഃഖത്തിൻ കാൽവരി കുന്നിലെ സ്നേഹ പ്രവാഹമി നിന്നെ വാഴ്ത്താൻ. സ്നേഹ പ്രവാഹമി നിന്നെ വാഴ്ത്താൻ. സ്നേഹ പ്രവാഹമി നിന്നെ വാഴ്ത്താൻ. അമ്മ എന്ന കവിതയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ, എന്താ ഉമ്മേ, എന്തിനാ കരയുന്നത്? അവളുടെ അമ്മ മരിച്ചുപോയി സാറേ. ഇന്ന് ഇത്രയും മതി. നിങ്ങളെല്ലാരും ക്ലാസ്സിൽ പോയിക്കോളൂ. പോയിക്കോളൂ. നമസ്കാരം മാഷേ. എന്താ മാഷേ, ഇന്ന് നേരത്തെ കഴിഞ്ഞോ? കുട്ടികളുടെ മനസ്സല്ലേ മാഷേ, ഒരു പരിധിക്കപ്പുറം ഒന്നും അടിച്ചേൽപ്പിക്കരുത്. ഇന്ന് ഇത്രയും മതിയെന്ന് കരുതി. മാഷ് പറഞ്ഞത് ശരിയാ. എത്ര പേരത് മനസ്സിലാക്കുന്നു എന്നതാ പ്രശ്നം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ആദ്യാക്ഷരങ്ങൾ കുറിച്ചു കൊടുത്ത കൈകൾ തന്നെയല്ലേ ഈ തലമുറയുടെ നാശത്തിലേക്കുള്ള ചൂണ്ടുപലകയാകുന്നതെന്ന്. കുട്ടികളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുട്ടികളാവണം. അവർക്ക് നമ്മളാവാൻ കഴിയില്ലല്ലോ. അടുത്ത പീരീഡ് ഏത് ക്ലാസ്? അടുത്ത പീരീഡ് ഫ്രീ ആണ്. ഞാൻ ലൈബ്രറി വരെ ഒന്ന് ചെല്ലട്ടെ. ഞാനും വരാം വല്യമ്മേ. വേണ്ടാന്ന് നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ. പക്ഷെ കുട്ടി വരുമ്പോ വല്യമ്മയെ കണ്ടില്ലെങ്കിൽ വിഷമാവില്ലേ അവൾക്ക്? അങ്ങനെയൊന്നും വരില്ല. തമ്പുരാട്ടി എന്താണാവോ പതിവില്ലാതെ ഈ വഴിക്ക്? ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാന്ന് വിചാരിച്ചു. ഇനി അധിക കാലമൊന്നും ഇല്ലല്ലോ കാണാൻ. അല്ല, ആരാന്ന് മനസ്സിലായില്ല. ചാക്യാര് പറമ്പിലെ മാധവന. കണ്ടിട്ട് കുറച്ചു കാലായി ഇല്ലേ? ഞാൻ അങ്ങോട്ട് നടക്കട്ടെ മാധവ. ഓ, അങ്ങനെ ആവട്ടെ.
എക്സ്കർഷൻ ഇത്തവണ കുട്ടികൾ കുറവാണല്ലോ മാഷെ. 2 ബസ്സിന് കുട്ടികൾ തികയുമെന്ന് എനിക്ക് തോന്നണില്ല. ടീച്ചറെ എന്താ മുകുന്ദ? ഒരു കാര്യം. എന്താ മുകുന്ദ? ടീച്ചറെ വീടിന്റെ പണി എങ്ങനെ പോണു? എന്റെ മുകുന്ദ, ഒരാഴ്ചയായിട്ട് പണി ഒന്നും നടക്കുന്നില്ല. മണല് കിട്ടണ്ടേ? എന്നോടൊരു വാക്ക് പറയാറുന്നില്ല ടീച്ചറെ. പക്ഷെ ഞാനത് ആലോചിച്ചില്ല. മുകുന്ദൻ ചേട്ടനെ വിളിച്ച് മണലിന്റെ കാര്യം ഒന്ന് പറയാമോ? പറയാം. ആ ടീച്ചറെ, എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്താ മുകുന്ദ? ടീച്ചറെ നാളെ തരാം. എനിക്കൊരു 250 രൂപ വേണമായിരുന്നു. ഇന്നലെ ചോദിക്കായിരുന്നില്ലേ മുകുന്ദന്? ഉണ്ടായിരുന്ന കാശ് വരുന്ന വഴിക്കാ ഞാൻ പലചരക്കടയിൽ കൊടുത്തത്. പുറപ്പെടുന്ന സമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞാ പോരെ? ആ ശരി. കുട്ടികളെ നന്നായി നോക്കിക്കോണം. നിങ്ങളുടെ ആളുകളോടും പ്രത്യേകം പറയണം. അപ്പുകുട്ടൻ മാഷിന്റെ കൂടെ 8 ടീച്ചർമാരും ഉണ്ടാവും. ആ ശരി, പിന്നെ വിളിക്കാം. ശരി. ഇന്നും പഴയപടി തന്നെ അല്ലേ? എവിടുന്നാടോ തന്റെ വരവ്? ഇങ്ങനെയാണോ ജോലിക്ക് വരുന്നത്? ആ താനായി തന്റെ പാടായി. ഏതായാലും പെർമനന്റ് ആവും തോന്നുന്നില്ല. എല്ലാ ക്ലാസ്സിൽ നിന്നും എക്സ്കർഷന് പോകാനുള്ള കുട്ടികളുടെ ലിസ്റ്റ് വാങ്ങിയിട്ട് വരൂ. ശരി സാർ. ആ 6Bയിലെ ജോളിയോട് ഒന്ന് വരാൻ പറയൂ. ശരി. ബീനമോൾ, പോയിരുന്നോളൂ. ടീച്ചറെ ജോളിയെ എച്ചം പിടിക്കണം. ജോളി, HMന്റെ റൂമിലേക്ക് ചെല്ലൂ. ജോസഫ്. ടീച്ചറെ, എന്റെ കാശ് വീണുവേട്ടം മേടിച്ചു. എന്റെ ഈശ്വര, അയാളെ കൊണ്ട് തോറ്റല്ലോ. ജോസഫ് പോയിരിക്കും. ബഷീർ. ടീച്ചറെ, എന്റെ കാശ് കാണാനില്ല. കാണുന്നില്ലെന്നോ? വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ഞാൻ കൊണ്ടുവന്നതാ ടീച്ചറെ. ബുക്കിലോ ബാഗിലോ എവിടെയെങ്കിലും നോക്ക്. ജോസഫ്, എന്റെ കൂടെ വരൂ. ആനന്ദ്. ആ രാജേഷ്, പൈസ എവിടെയെങ്കിലും വെച്ചൊന്ന് ഓർത്തു നോക്ക്. മാഷേ, ഈ മുകുന്ദൻ എന്തിനാ ഇത്രയും കാശ് വാങ്ങിയത്? നമ്മളോടാണെങ്കിൽ സാരമില്ല. കുട്ടികളുടെ രക്ഷിതാക്കളോട് ഞാൻ എന്ത് സമാധാനം പറയും? അതിപ്പോ അയാൾ തിരിച്ചു കൊടുക്കാമെന്ന് കരുതി വാങ്ങിയതാവും. എന്നോട് പലപ്പോഴും വാങ്ങാറുണ്ട്, തിരിച്ചു തരാറുമുണ്ട്. എന്നുവെച്ച് കുട്ടികളോട് വാങ്ങിയത് തെറ്റല്ലാതാവോ മാഷേ? എന്താ ഇവരുടെ പ്രശ്നം? അത് മുകുന്ദൻ. ആ എത്രയാ കൊടുത്തത്? 50 രൂപ. താൻ എത്ര കൊടുത്തു? 100 രൂപ. എപ്പോ തരാമെന്ന് പറഞ്ഞു? ഇന്നലെ തരാന്നാ പറഞ്ഞത്. ജോളി, നീ എക്സ്കർഷന് പോകുന്നില്ലാന്ന് തീരുമാനിച്ചു. കാശില്ലെങ്കിൽ സ്കൂൾ ഫണ്ടിൽ നിന്ന് തരാം. അതുകൊണ്ടല്ല സാർ, അമ്മ ഒറ്റയ്ക്കാവും. ആ മാഷ് പറയൂ, എന്താ ഇതിന്റെ ഒരു പോംവഴി? ആ അപ്പുകുട്ടൻ മാഷ് അറിഞ്ഞു കാണുമല്ലോ. ഞാനെല്ലാം അറിഞ്ഞു. അന്നേ ഞാൻ സാറിനോട് പറഞ്ഞല്ലേ അയാളെ ഇങ്ങനെ വിട്ടാ പറ്റില്ലാന്ന്. ഇനിയിപ്പൊ എന്തെങ്കിലും പോംവഴി കണ്ടേ പറ്റൂ. കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് പൊക്കൊള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. നമ്മൾ മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. അയാളെ വിളിക്കൂ സാറേ. സാറിനെ വിളിച്ചോ? ഉവ്വ് വിളിച്ചു. എന്താടോ ഞാൻ കേൾക്കണതും കാണുന്നതും? തനിക്ക് നാണമില്ലേടോ? ഈ സ്കൂളിൽ വരുന്ന കുട്ടികൾ ഓരോരുത്തരും സമൂഹത്തിന്റെ ഓരോ തുറകളിൽ നിന്ന് വരുന്നവരാ. അവരുടെ അച്ഛനമ്മമാരോട് ഞാൻ എന്താടോ സമാധാനം പറയാ? തന്റെ സർവീസിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും താൻ സമയത്തിന് വന്നിട്ടുണ്ടോ?
മുകുന്ദൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞോളൂ. ഇനി എന്തു പറയാനാ മാഷെ? ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സിനോടും താൻ കാശ് മേടിച്ചിട്ടുണ്ട്. ഇപ്പതേ കുട്ടികളോടും. തനിക്ക് എന്തിനാടോ ഇത്രയധികം കാശിന് ആവശ്യം? ഈ ഒരൊറ്റ കാരണം മതി തന്നെ പെർമനന്റ് ആക്കാതിരിക്കാൻ. അതറിയോ തനിക്ക്? ഇത്രയൊക്കെ കേട്ടിട്ടും തനിക്കൊന്നും പറയാനല്ലേ? സാറിനോട് ക്ഷമിക്കണം. നാളെ ഈ നേരത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും കുട്ടികളുടെ കാശ് തിരിച്ചു കൊടുക്കാം. അതുവരെ ഒരു സാവകാശം തരണം. എങ്ങനെയാടോ തന്റെ വാക്ക് വിശ്വസിക്കുക? ഇങ്ങനെ പറഞ്ഞല്ലേ താൻ കുട്ടികളെയെല്ലാം പറ്റിച്ചത്? പറ്റിച്ചല്ല സാറേ, അങ്ങനെ പറ്റിപ്പോയതാ. സാറിനറിയോ, അനാഥനായി എനിക്ക് ആകെ കൂടിയുള്ളത് എന്റെ ആമിനക്കുട്ടി മാത്രമാണ്. എന്റെ എല്ലാ മരുന്നും മജീദ് എന്നെ ഏൽപ്പിച്ചു പോയ ആമിനക്കുട്ടി. ആരും വിശ്വസിക്കില്ലായിരിക്കും. ഗവൺമെന്റ് ആശുപത്രിയിൽ കഴിഞ്ഞ 1.5 വർഷമായി. ഇന്നോ നാളെയോ നോട്ടിൽ അവൾ കിടക്കുകയാണ്. സാറിന് ഇനിയും വിശ്വാസമായിട്ടില്ലെന്ന് എനിക്കറിയാം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല സാറ്. സാറുമാരുടെ പേനത്തുമ്പിലാണ് എന്റെ ജോലിയെന്ന് എനിക്കറിയാം. ഇന്ന് എനിക്കൊരു ലീവ് വേണം. 1-2 മണിക്കൂർ കൊടുക്കേണ്ട മരുന്നാണ്. ഞാൻ പോട്ടെ സാറേ. വേണ്ട സാറേ, എല്ലാം മേടിച്ചിട്ടുണ്ട്. ഞാൻ പോട്ടെ. ഇരിക്കെ. രാജേഷ്, രൂപ കിട്ടിയോ? ഇല്ല ടീച്ചർ. ബുക്കിലും ബാഗിലും ഒക്കെ നോക്കിയോ? ഉവ്വ്, നോക്കി. ശരി, ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളുടെ ആരുടെങ്കിലും ബുക്കിലോ ബാഗിലോ ഉണ്ടോ? ജോളി, നീ കാശ് കൊണ്ടുവന്നോ? ഇല്ല ടീച്ചർ. പിന്നെ ഈ കാശ് എവിടുന്ന? എനിക്കറിയില്ല ടീച്ചർ. നീ അറിയാതെ പിന്നെ എങ്ങനെ നിന്റെ ബുക്കിൽ ഇത് വന്നു? സൈലൻസ്. ജോളി വരൂ. ജോളി, സത്യം പറയണം. ഇല്ലെങ്കിൽ ഞാൻ HMന് റിപ്പോർട്ട് ചെയ്യും. എവിടുന്ന ജോളി ഈ കാശ്? ഇത് എന്റെ കാശല്ല ടീച്ചർ. എനിക്കറിയില്ല. ഇപ്പൊ ജോളി പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. കരയണ്ട, ഞാൻ അന്വേഷിക്കാൻ പോയിരുന്നോളൂ. രാജേഷ്, ഇവിടെ വരൂ.
തന്റെ കാശ് തന്നെയാണല്ലോ ഇത്. എനിക്കറിയില്ല ടീച്ചർ. ശരി, ഞാൻ അന്വേഷിക്കാം. പോയിക്കോളൂ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അമ്മ മോനെ പഠിപ്പിക്കാം. അഭിമാനം മാത്രമാണ് മോനെ നമുക്കിന്ന് ആകെ കൂടിയുള്ള സമ്പാദ്യം. അതും കൂടി പോയാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരാളുടെയും പണത്തിനോ സഹായത്തിനോ നീ ആഗ്രഹിക്കരുത്. മോൻ എന്ത് വേണമെങ്കിലും അമ്മയോട് പറഞ്ഞാ മതി. എന്നെ കൊണ്ടാവുന്നതെല്ലാം എന്റെ പൊന്നിനു വേണ്ടി ഞാൻ ചെയ്തു തരും. തലയ്ക്ക് ചുമടേറ്റി അമ്മയുടെ തലയും നടുവും തളരുമ്പോഴേക്കും എന്റെ മോൻ പഠിച്ചു വലിയൊരാളാവണം. സാറേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ എല്ലാരും കൂടെ? സാർ, അത് റഹീമും രാജേഷും ജോസഫും ചേർന്ന് ജോളിയെ കള്ളനാക്കി. കള്ളനാക്ക്? എന്താ കുട്ടികളെ നിങ്ങളീ പറയുന്നത്? എന്താ രാജേഷേ, എന്താ പറ്റിയത്? എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞു. എത്ര വലിയ തെറ്റാ നിങ്ങൾ ചെയ്തതെന്നറിയാമോ? ഇതിന്റെ ശിക്ഷ എന്താണെന്നറിയോ? എന്താ രാജേഷ്, ജോളിയോട് ഇവരൊക്കെ ചെയ്ത തെറ്റിന് നീയും കൂട്ടുനിന്നോ? പാവം ജോളി, അവനിപ്പോ എവിടെയുണ്ട്? എല്ലാരും കൂടി കള്ളൻ വിളിച്ചപ്പോ അവൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി. കൊണ്ടുപോകണ്ടോ ഈ അശരീരത്തിനെ? കൊണ്ടുപോകാൻ. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ. ഉഷ ചേച്ചി, 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 ഉഷ ചേച്ചി, വണ്ടി നിർത്ത്. എന്താടാ? എന്ത് പറ്റി മോനെ? ജോളി ജോളിക്ക് എന്ത് പറ്റി മോനെ?
എന്ത് പറ്റിയടാ? ജോളി ജോലിക്ക് എന്ത് പറ്റി? വാ. ഓടിക്കൊച്ചു വന്നില്ലായിരുന്നു മുത്തശ്ശിയുടെ കാര്യം കഷ്ടമായിരുന്നു. അത് ശരിയാ. എന്ത് പറ്റി മുത്തശ്ശി? എന്ത് പറ്റി? കുട്ടികളല്ലേ, അവർക്കൊരു തെറ്റുപറ്റി. മാപ്പ്. എന്നാ ഞങ്ങൾ പോട്ടെ. ശരി സാറേ. വാ. പോട്ടേടാ.